ഹായ് കൂട്ടുകാരെ, 10th എക്സാമിനേഷന്റെ ഡേറ്റ് ഒക്കെ ഇങ്ങ് എത്തി. പെട്ടെന്ന് തന്നെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുൾ എ പ്ലസ് വാങ്ങിക്കാൻ പറ്റും. അപ്പൊ കെമിസ്ട്രിക്ക് നിങ്ങൾക്ക് ഫുൾ എ പ്ലസ് വേണ്ടേ? അതിന് വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് മിസ് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഓക്കെ, മിസ്സിന്റെ പേര് കൃഷ്ണപ്രിയ എന്നാണ്. നിങ്ങൾ ഓൾറെഡി ഒരു പാർട്ട് മിസ് ഇന്ന് ചെയ്യുന്നതിന്റെ ഒരു പാർട്ട് കണ്ടിട്ടുണ്ടാവും. കാണാത്തവർ തീർച്ചയായും ആ പീരിയോഡിക് ടേബിളിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് ക്ലാസ് കണ്ടിട്ട് വേണം ഈ ക്ലാസ് കാണാൻ. കാരണം നമുക്കൊരു ബേസ് കിട്ടണമെങ്കിൽ നിങ്ങൾ ആ ക്ലാസ് എന്തായാലും കണ്ടിരിക്കണം. ഓക്കെ, അപ്പൊ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ കണ്ടിന്യൂസ് ആയിട്ടാണ് മിസ് ഇന്ന് വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇതിന്റെ ഒരു പാർട്ട് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, എന്തായാലും കാണണം കേട്ടോ. ഓക്കെ, നോക്കിക്കേ. As the distance from the nucleus increases, the energy of the electron in the shell increases. അതായത് ന്യൂക്ലിയസിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, ഷെല്ലുകൾ കൂടി വരുന്നുണ്ട് അല്ലെ. ന്യൂക്ലിയസിൽ നിന്നും ഷെല്ല് കൂടുന്നതിനനുസരിച്ച് അതിലുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ട്, പുറകോട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ആ ഒരു ഇലക്ട്രോൺസിന്റെ എനർജി കൂടും. ന്യൂക്ലിയസിൽ നിന്നും അകന്നു പോകുന്നതിനനുസരിച്ച് ഷെല്ലുകളിലെ ഇലക്ട്രോൺസിന്റെ എനർജി കൂടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ ഒരു ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മിലുള്ള ആ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ്, ആകർഷണ ബലം കുറയും. നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ നമ്മൾ സോഡിയം എടുത്തിട്ടുണ്ടെങ്കിൽ സോഡിയം എന്ന് പറയുന്നത് 11 ആണല്ലേ അതിന്റെ അറ്റോമിക് നമ്പർ. അപ്പൊ നമുക്കറിയാം അതിന്റെ ഫസ്റ്റ് ഷെല്ലില് 2 ഇലക്ട്രോൺ, സെക്കൻഡ് ഷെല്ലില് 8 ഇലക്ട്രോൺ, തേർഡ് ഷെല്ല് വരുന്ന സമയത്ത് 1 ഇലക്ട്രോണേ ഉള്ളൂ. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 8, 1 ആയിരുന്നു. അപ്പം ഈ ഒരു ഇലക്ട്രോണിന് ന്യൂക്ലിയസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ന്യൂക്ലിയസും ഈ ഒരു ഇലക്ട്രോണും തമ്മിലുള്ള ആ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് കുറവായിരിക്കും, വളരെ കുറവായിരിക്കും ആകർഷണ ബലം. പക്ഷേ ആ ഒരു ഇലക്ട്രോണിന് എനർജി എന്ത് ചെയ്യും, കൂടുതലായിരിക്കും. അതാണ് നമ്മളുടെ ഈ ഒരു പോയിന്റ് പറയുന്നത്. അപ്പൊ ഓർക്കേണ്ട കാര്യം, ന്യൂക്ലിയസിൽ നിന്നും ഡിസ്റ്റൻസ് അകലുന്നതിനനുസരിച്ച് ഇലക്ട്രോൺസ്, അതായത് ഷെല്ലുകളുടെ ഇലക്ട്രോൺസിന് എനർജി കൂടുകയും അവ തമ്മിലുള്ള ന്യൂക്ലിയസും ആ ഒരു ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ്, ആകർഷണ ബലം കുറയുകയും ചെയ്യുന്നു. മാറിപ്പോവരുതേ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എലമെന്റ്സ് തന്നിട്ടുണ്ട്, അതേപോലെ ഷെല്ലും തന്നിട്ടുണ്ട്. നമുക്കറിയാം ഫസ്റ്റ് ഷെല്ല് K ആണ്, സെക്കൻഡ് ഷെല്ല് L ആണ് അല്ലെ. ഫസ്റ്റ് ഷെല്ലാണിത്, സെക്കൻഡ് ഷെല്ല് L ആണ്, തേർഡ് ഷെല്ലാണ് എന്ത്, M വരുന്നത്. അപ്പോൾ ഓർക്കേണ്ട കാര്യം, നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, ഇവിടെ 2, 8, 1 അല്ലേ. 2, 8, 1 എന്നുള്ള രീതിയിലാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ K ഷെല്ലിൽ 2 ഇലക്ട്രോണും L ഷെല്ലിൽ 8 ഇലക്ട്രോണും M ഷെല്ലിൽ 1 ഇലക്ട്രോണുമാണ് ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് ആർഗൺ നോക്കാം. ആർഗൺ എന്ന് പറയുന്നത് 18 ആണ്. 2, 8, 2, 8, 10 ആയി, പിന്നുള്ളത് 8 ആണ്. അപ്പം 18 ആയി. അപ്പൊ K ഷെല്ലിൽ 2 ഇലക്ട്രോൺ, L ഷെല്ലിൽ 8 ഇലക്ട്രോൺ, പിന്നെ ലാസ്റ്റ് നോക്കിക്കേ, ഇതും 8 ഇലക്ട്രോൺ ആണ്. M ഷെല്ലിൽ 8 ഇലക്ട്രോൺ. ഇനിയിപ്പോ അടുത്തൊരു എലമെന്റ് വന്ന്, അതായത് അറ്റോമിക് നമ്പർ 19 വരികയാണെങ്കിൽ ഈ 8 കഴിഞ്ഞിട്ട് ഒരെണ്ണം അടുത്ത ഷെല്ലിലേക്ക് പോകും. ഓക്കെ, നോക്കിക്കേ, ഇവിടെ K എന്ന്, അതായത് പൊട്ടാസ്യത്തിന്റെ അറ്റോമിക് നമ്പർ നമുക്ക് 19 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് അല്ലെ. പൊട്ടാസ്യത്തിന്റെ അറ്റോമിക് നമ്പർ 19 ആണ്. ഇത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് നോക്കിക്കേ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഫസ്റ്റ് ഷെല്ലിൽ 2 എണ്ണം നിറഞ്ഞു, പിന്നെ 8 എണ്ണം, പിന്നെ 8 എണ്ണം മിസ് നേരത്തെ പറഞ്ഞ പോലെ 19 വരുമ്പം അടുത്ത ഷെല്ലിലേക്ക് പോകും. അപ്പം K, L, M, N, N ഷെല്ലിലായിരിക്കും അവസാനത്തെ ആ ഒരു ഇലക്ട്രോൺ വന്ന് ഫില്ല് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഷെൽ നമ്പർ നോക്കാം. ഇവിടെ ഷെൽ നമ്പർ തന്നിട്ടുണ്ട്, അതേപോലെ സബ് ഷെൽസും തന്നിട്ടുണ്ട്. നമുക്കുള്ള ഷെല്ല് ഏതൊക്കെയാണ്? K, L, M, N ആണല്ലേ. K, L, M, N എന്ന് പറയുന്നതാണ് നമുക്കുള്ള 4 മെയിൻ ഷെൽ അല്ലെങ്കിൽ ഷെല്ലുകൾ. അതിനെ തന്നെ നമ്മൾ സബ് ഷെല്ലായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, K ഷെല്ലിനെ നമ്മൾ Kനെ നമ്മൾ S സബ് ഷെല്ലിലേക്ക് തരംതിരിച്ചിട്ടുണ്ട്. അതേപോലെ Lനെ നമ്മൾ SP, പിന്നെ നോക്കിയേ Mനെ നമ്മൾ SPD, Nനെ നമ്മൾ എന്ത് ചെയ്തു, SPDF. ഇവിടെ 4 നോക്കുമ്പോൾ നിങ്ങൾ നോക്കുക, SPDF. അപ്പം ഇതാണ് എന്ത്, ഷെല്ലും സബ് ഷെൽസും. നമുക്ക് പീരിയോഡിക് ടേബിളിൽ ഷെൽ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? K, L, M, N ഷെൽ, 4 ഷെല്ലാണ് ഉള്ളത് ഒരു എലമെന്റിന്. അതിനെ തന്നെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തതാണ് സബ് ഷെൽസ്. നമുക്ക് മെയിൻ ആയിട്ട് 4 സബ് ഷെൽസ് ആണുള്ളത്.
ഏതൊക്കെയാണ്? എസ്, പി, ഡി, എഫ് എന്ന് പറയുന്ന 4 സബ് ഷെൽസ് ആണുള്ളത്. അതിൽ കെയിൽ വരുന്നത് എസ് ആണ്, എല്ലിൽ എസും പിയും വരുന്നുണ്ട്, എമ്മിൽ എസ് പി ഡി വരുന്നുണ്ട്, എന്നിൽ എസ് പി ഡി എഫ്. ഇതാണ് മെയിൻ 4 സബ് ഷെല്ലുകൾ. അപ്പൊ നിങ്ങൾക്ക് ഷെല്ലുകളും മനസ്സിലായി, അതേപോലെ തന്നെ സബ് ഷെല്ലുകളും മനസ്സിലായി. ജസ്റ്റ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾ ഫസ്റ്റ് തന്നെ മനസ്സിലാക്കുക. ഓക്കെ, ഇനി അത് എങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാം. നമുക്കറിയാം കെ എന്ന് പറയുമ്പം അതിൻ്റെ നമ്പർ എത്രയാണ്? 1 ആണല്ലേ, ഫസ്റ്റ് ഷെല്ലാണ്. ആ ഒരു ഫസ്റ്റ് ഷെൽ എന്ന് പറയുന്ന സമയത്ത് നോക്കിക്കേ, നമുക്കിവിടെ എസ് 1s എന്ന് എഴുതാം. അതേപോലെ തന്നെ രണ്ടാമത്തേത് ഏതാണ്? എൽ ഷെല്ലാണ്. എൽ ഷെല്ലിനെ ഞാൻ മിസ് പറഞ്ഞായിരുന്നു എസും പിയും ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ. എസിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ടാമത്തെ ആണല്ലോ, രണ്ടാമത്തതിൽ എസ്, അതായത് 2s. അതേപോലെ തന്നെ രണ്ടാമത്തേതിലാണ് പി അല്ലേ, അപ്പോൾ 2p. അപ്പോൾ 1s 2s 2p, അതാണ് എന്ത് ക്ലാസിഫൈ ചെയ്തത്, അതായത് പി എന്ന് പറയുന്ന രണ്ടാമത്തതിലെ പി. ഇനി അടുത്തത് നോക്കിയേ, ഇവിടെ നോക്കിയേ, ഇത് 3 ആണ്. എന്ത്? എം ഷെല്ലാണ് വരുന്നത്, എം 3 ആണ്. അപ്പം എം ഷെല്ലിലെ എസ്, മൂന്നാമത്തതിലെ എസ് എന്ന് പറയുമ്പോൾ 3s, മൂന്നാമത്തതിലെ പി 3p, ഇവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ഇനി മൂന്നാമത്തതിലെ ഡി എന്ന് പറയുമ്പോൾ 3d. മനസ്സിലായോ? ഇനി 4 നോക്കിയേ, ഇവിടെ 4s എഴുതാം അല്ലേ, 4s. അതേപോലെ തന്നെ നാലാമത്തതിലെ പി 4p, നാലാമത്തതിലെ ഡി ഏതാ? നാലാമത്തതിലെ ഡി ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നാലാമത്തെ ഷെൽ ഏതായിരുന്നു? എൻ ഷെല്ലാണ് കേട്ടോ. എൻ ഷെല്ലിലെ എഫ് എന്ന് പറയുമ്പോൾ 4f എന്ന് വരും. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. നമ്മൾ ഷെൽ അനുസരിച്ചിട്ടാണ് ഇതാ ഇവിടെ ഫസ്റ്റ് കൊടുത്തേക്കുന്നത്. ക്ലിയർ ആണല്ലോ അല്ലേ? ഇനി അടുത്ത് നോക്കിയേ, നമുക്കിവിടെ ഷെൽ നമ്പർ തന്നിട്ടുണ്ട് അല്ലേ, കെ എൽ എം എൻ, 4 ഷെൽ നമ്പേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ ഈച്ച് ഷെൽ. ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്കൊരു ഇക്വേഷൻ അറിയാം അല്ലേ. 2n² ആയിരുന്നു ആ ഇക്വേഷൻ. ഈ n എന്ന് പറയുന്ന ഷെൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് എന്താണ്? 2 × 1² 2, കെ ഷെല്ലിൽ 2 വരുന്നത്. ഇനി അടുത്തത് ഏത് വരും? രണ്ടാമത്തത് 2 × 2² എത്രയാ വരിക? 8. ഇനി അടുത്തത് നോക്കിക്കേ, അടുത്ത എത്ര വരും? 2 × 3² എത്ര വരുന്നത്? 18. അടുത്ത 2 × 4² എത്രയാ വരിക? 32. അപ്പൊ ഇത്രയും ഇലക്ട്രോൺസ് ആണ് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്നത്. അതിന്റെ ഇക്വേഷൻ ആണ് എന്ത്? 2n². ഈ ഇക്വേഷൻ ഓർത്ത് വെച്ചിട്ട് വേണം എത്ര ഇലക്ട്രോൺസ് ആണ് മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്ന് നിങ്ങൾ കണ്ടെത്തേണ്ടത്. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമുക്ക് ഇവിടെ 2, 8, 18, 32 എന്ന് പറയുന്നത് കിട്ടുന്നത്. മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ ഈച്ച് ഷെൽ. ഓരോ ഷെല്ലിലും ഇത്രയും ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അതിനെ തന്നെയാണ് നമ്മൾ എന്താക്കി ക്ലാസിഫൈ ചെയ്യുന്നത്? 1s 2s 2p എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പം ഓരോ സബ് ഷെല്ലിലും എത്ര ഇലക്ട്രോൺസിനെ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റും എന്നതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ മിസ് പറഞ്ഞായിരുന്നു ഇത് കെ എൽ എം എൻ ഷെല്ലാണല്ലേ. അപ്പൊ കെ ഷെല്ലിൽ 2, എൽ ഷെല്ലിൽ 8, എം ഷെല്ലിൽ 18, എൻ ഷെല്ലിൽ 32, 32 ആണുള്ളത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിനെ 1s എന്ന് പറയുന്നത്, അതായത് കെ ഷെല്ലിലെ എസിനെ 1s, അതിൽ 2 ഇലക്ട്രോൺ ആണുള്ളത്. 2 തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇനി നോക്കിക്കേ, എൽ ഷെല്ലിൽ എന്താ രണ്ടാമത്തെ ഷെല്ലാണ്. അപ്പം 8 ഇലക്ട്രോണിനെയാണ് മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്. എസിൽ 2 ആണ്. ബാക്കി പിയിൽ എത്ര ഉണ്ടാവും? എത്ര വേണം ഇനി 8-നേക്ക്? 2ന്റെ കൂടെ 6 കൂട്ടിയാലല്ലേ 8 ആവുക. അപ്പം പിയിൽ 6 ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, ഇനി അടുത്ത് എസിൽ നമുക്ക് ഓൾറെഡി അറിയാം 2 ഇലക്ട്രോൺസ് ആണ്. പിയിലും നമുക്കറിയാം 6 ഇലക്ട്രോൺസ് ആണ് മാക്സിമം പറ്റുന്നത്. ഇനി ഡിയിൽ നോക്കിക്കേ, 2 + 6 എന്ന് പറയുന്നത് 8 ആണ്. ബാക്കി എന്താ? 18ലേക്ക് ഇനി എത്രയും കൂടെ ആഡ് ചെയ്യണം? 10 വേണ്ടേ? അപ്പോൾ ഡിയിൽ മാക്സിമം നമുക്ക് എന്താണ്? 10 ഇലക്ട്രോൺസ് ആണ് അല്ലേ. മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ ഈച്ച് സബ് ഷെൽ. ഓരോ സബ് ഷെല്ലിലും എത്ര ഇലക്ട്രോൺസിനെ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇനി 32 ആണ് എൻ ഷെല്ലിൻ്റെത്. അപ്പൊ നോക്കിക്കേ, എസിൽ 2,
പിയിൽ 6 പറഞ്ഞു, ഡിയിൽ എത്രയാ, എത്ര പറഞ്ഞു, 10 പറഞ്ഞു. അപ്പൊ ടോട്ടൽ എത്രയായി, എത്ര എണ്ണായി, നമുക്ക് ടോട്ടൽ കിട്ടുന്നത് എത്രയാ, കൂട്ടി നോക്കിക്കേ. 2 + 6 8 ആണ്, 8 + 10 18. ഇനി 32ലേക്ക് എത്ര വേണം, എത്ര വേണം, 18ന്റെ കൂടെ 14 കൂടെ കൂട്ടിയാലല്ലേ 32 കിട്ടുക. ഓക്കെ, അപ്പൊ 14 ഇലക്ട്രോൺസ് ആണ് എഫ് അല്ലെങ്കിൽ 4f സബ് ഷെല്ലിൽ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നത്. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ നോക്കിയാൽ മതി, 32ലേക്ക് എത്രയാണ് വരുന്നത് എന്ന് നോക്കിയിട്ട് തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഓക്കെ, അപ്പം എസിൽ 2 ആണ്, പിയിൽ 6 ആണ്, ഡിയിൽ 10 ആണ്, എഫിൽ എത്രയാണ്, 14 ആണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്കിവിടെ സബ് ഷെൽസ് തന്നിട്ടുണ്ട് അല്ലേ. സബ് ഷെൽ ഏതൊക്കെയാണ്, എസ് ഉണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട്, എഫ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ അവരൊരു ബോക്സ് ആക്കിയിട്ട് കൊടുത്തേക്കാണ്. മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ്. എസിൽ 2 ആണ്, പിയിൽ 6, ഡിയിൽ 10, എഫിൽ 14. അപ്പൊ ഇത്രയും ഇലക്ട്രോൺസിനെയാണ് നമുക്ക് മാക്സിമം ഈ ഒരു സബ് ഷെല്ലിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇതിലേക്ക് വേണ്ടിയിട്ട് ആക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ഇത്രയും മാക്സിമം ഇലക്ട്രോൺസിനെയാണ്. അപ്പം സബ് ഷെൽ എന്താ നോക്കുക, ഷെൽ എന്താ നോക്കുക. ഷെല്ലിനെ പറ്റി ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ ലഭിച്ചതിന് ശേഷം മാത്രം സബ് ഷെല്ലിലേക്ക് പോവുക. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് കൊണ്ട് ഷെൽ എന്താണ്, സബ് ഷെൽ എന്താണ്, അതിൽ ഓരോന്നിലും എത്ര ഇലക്ട്രോൺസിനെ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യിക്കാൻ പറ്റും എന്നൊക്കെയുള്ള കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം ഇതുപോലത്തെ ക്ലാസ് നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് അവൈലബിൾ ആണ്. നമ്മളുടെ ലക്ഷ്യ ബാച്ച് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 10th എക്സാം, മെയിൻ എക്സാം ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും, എക്സാംസ് ഉണ്ടാവും, നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻ ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മളുടെ ക്ലാസ്സിൽ വന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്കും ചെയ്തേക്കുക. താങ്ക്